ഇന്ന് നമുക്ക് ചക്ക വരട്ടിയതുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം ഒരു കുക്കറിൽ ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നോടം വരെ വേവിച്ചെടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. എന്നിട്ട് തണുക്കുമ്പോൾ അത് മിക്സി ജാറിൽ അടിച്ചിട്ട് ഒരു കട്ടിയുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മധുരത്തിനായിട്ട് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി. ഇത് ചോട്ടിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചോട്ടിൽ പിടിക്കാതെ ഇരുന്നോളും. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം. കുറച്ച് ടൈം വേണം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരും. പിന്നെ അതിൻ്റെ ചോട്ടിൽ നിന്നും തനിയെ വിട്ട് വരുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ചക്ക വരട്ടിയതിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, ഏലക്കയും നെയ്യും കൂടെ ചേർന്ന് കഴിയുമ്പോൾ. പിന്നെ വേണമെങ്കിൽ ചുക്കും കുറച്ച് ജീരകം റോസ്റ്റ് ചെയ്തും ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിൻ്റെ അകത്തുനിന്ന് വിട്ട് വന്നു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. പിന്നെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇത് നമുക്ക് പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, പിന്നെ ചക്കയട ഉണ്ടാക്കാം. ഇവിടെ കുട്ടികളൊക്കെ ഇത് ബ്രെഡിനകത്ത് ജാം പോലെ വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.